എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ പബ്ലിക് എക്സാം വളരെ അടുത്തെത്തി നിൽക്കുകയാണ്. ഇപ്പോഴേ തൊട്ട് ഈ കിട്ടുന്ന അവധി ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് മേടിച്ച് പാസ്സാകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രെഡിക്റ്റബിൾ ചോദ്യങ്ങളിൽ വളരെ നിസ്സാരമായ ചോദ്യങ്ങളല്ല ഞാൻ ഉൾപ്പെടുത്തുന്നത്. ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട, ചോദിക്കാൻ സാധ്യതയുള്ള മോഡൽ പരീക്ഷയുടെ അതേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉൾപ്പെടുത്തുന്നത്. ഒരുപക്ഷെ നിങ്ങൾ സാധാരണ ടെക്സ്റ്റിൽ കണ്ടിട്ടില്ലാത്ത പക്ഷെ പരീക്ഷയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ചോദ്യങ്ങൾ പഠിച്ചു പോകുന്ന വഴി നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും ആൻസർ ചെയ്യാൻ കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒന്നും പഠിക്കാത്തവർക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും കണ്ടുപോകണം. വളരെ എളുപ്പമായിരിക്കാം, പക്ഷെ അത് മുൻപ് ചെയ്ത് പരിചയമില്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ആ സമയത്ത് എക്സാമിന്റെ സമയത്ത് ഒരു ബുദ്ധിമുട്ട് തോന്നാം. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കറക്റ്റായിട്ട് കണ്ട് എഴുതി അങ്ങ് പഠിച്ചേക്കണം. കാണുന്നതിനോടൊപ്പം എഴുതി അങ്ങ് പഠിച്ചേക്കണം. ഓരോ സ്റ്റെപ്പും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താണ് പറഞ്ഞു പോകുന്നത്. അടിപൊളിയായിട്ട് കണ്ട് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ അതേ പാറ്റേണിലെ, ഇതൊക്കെ മാർക്ക് ഉൾപ്പെടെയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ പാറ്റേണിലെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് പഠിച്ചു വെച്ചോണം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. 10 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏകദേശം നിങ്ങൾക്കൊരു 25 മാർക്കോളം നേടാൻ സഹായിക്കുന്ന 10 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അത് കറക്റ്റായിട്ട് കണ്ട് അടിപൊളിയായിട്ട് അങ്ങ് പഠിച്ചേക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോണേ. നോക്കിക്കോ. ഇഫ് എ സെറ്റ് ഹാസ് 2 എലമെന്റ്സ്, ഒരു മാർക്കിന് വളരെ പ്രതീക്ഷിക്കാവുന്ന റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിലെ ചോദ്യമാണ്. ഹൗ മെനി റിലേഷൻസ് ക്യാൻ ബി ഡിഫൈൻഡ് ഓൺ എ? ശ്രദ്ധിച്ചിരിക്കണം. ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ്, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ, ഒരു സെറ്റിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ ആ സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് റിലേഷൻസ് എന്ന് പറയുന്നത് 2n ആണ്. എന്താണ്? 2n ആണ്. ഇഫ് എ സെറ്റ് ഹാസ് n എലമെന്റ്സ് then the number of relations can be defined on the set is 2n. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, സെറ്റിനകത്ത് 2 എലമെന്റ്, അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് റിലേഷൻസ് 2 4 റിലേഷൻസ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. 1 മാർക്കിന് വളരെ പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം. ഇനി ബി പാർട്ട് നോക്കിക്കേ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ f of x is equal to x minus 1 divided by 2 is both on 1 and on 2. 2 മാർക്കിന്റെ ചോദ്യം. 1 ആണെന്ന് തെളിയിക്കുന്നതിന് 1 മാർക്ക്, on 2 ആണെന്ന് തെളിയിക്കുന്നതിന് 1 മാർക്ക്. പരീക്ഷയ്ക്ക് പബ്ലിക് എക്സാമിന് 100% നമുക്ക് എഴുതി വെക്കാവുന്ന, ഉറപ്പിക്കാവുന്ന ചോദ്യം. ഒരു ഫംഗ്ഷൻ തന്നിട്ട് അവർ എന്താണെന്ന് പറയും, 1 on 2 ആണെന്ന് തെളിയിക്കാൻ പറയും. ആ ചോദ്യം അവർക്ക് വളരെ ലളിതമായിട്ട് ഒറ്റ വാക്കിൽ വേണമെങ്കിൽ ഒതുക്കാം. എന്താണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ മതി, ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ മതി. ശരിയല്ലയോ? ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ അത് എന്തൊക്കെയായിരിക്കും? 1 ആയിരിക്കും, on 2 ആയിരിക്കും. 1ന്റെ മറ്റൊരു പേര് ഇൻജക്റ്റീവ്, on 2ന്റെ മറ്റൊരു പേര് സർജക്റ്റീവ്. ഇതൊക്കെ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. വാക്ക് മാറ്റി ചോദിച്ചാലും സംഭവം സെയിം തന്നെയാണെന്ന് അറിഞ്ഞിരിക്കണേ. ഓക്കെ, അപ്പോൾ 1 ആണെന്ന് എങ്ങനെയാണ് തെളിയിക്കുന്നത്? 1 ആണ് എന്ന് എങ്ങനെ തെളിയിക്കും? 1 ആണെന്ന് തെളിയിക്കുന്നത് പഠിച്ചിട്ടുണ്ട്. f of x ന്റെ രൂപത്തിലാണെങ്കിൽ f of x1 is equal to f of x2 ചെയ്യുമ്പോൾ, ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? x1 is equal to x2 എന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആണ് എന്ന് പറയാം. ഇത് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് തുടങ്ങാം. f of x1 equal to f of x2. രണ്ട് x കാണുന്ന സ്ഥലത്ത് x1 ആക്കി പറഞ്ഞേ, നോക്കി പറഞ്ഞേ. xന്റെ സ്ഥാനത്ത് x1 minus 1/2 is equal to x കാണുന്ന സ്ഥലത്തോട്ട് x2 ആക്കി പറഞ്ഞേ, x2 minus 1/2. ഓക്കെ ആണേ, നല്ല ധൈര്യമായിട്ട് 2 2 അങ്ങോട്ട് വെട്ടാം. ശരിയല്ലോ? ബാക്കി എന്തുണ്ട്? x1 minus 1 is equal to x2 minus 1. ആ -1ഉം -1ഉം അങ്ങോട്ട് വെട്ടാം. ബാക്കി ഇപ്പൊ എന്തോ ആയി? x1 is equal to x2. ഇങ്ങനെ ക്ലിയർ ആയിട്ട് എഴുതിക്കോണം. therefore f of x1 is equal to f of x2 implied that x1 is equal to x2. therefore f is 1 f of x1 is equal to f of x2 ചെയ്തപ്പോൾ എനിക്ക് x1 is equal to x2 കിട്ടി. every element in the first set has a distinct image in the second set. ക്ലിയർ ആയിട്ട് നമുക്കത് കാണിക്കാൻ പറ്റി. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം f എന്ന് പറയുന്നത് എന്താണ്? ഒരു 1 ഫംഗ്ഷൻ ആണ്. ഇനി അടുത്ത on 2 തെളിയിക്കണം. on 2 തെളിയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കാണിക്കണ്ടേ? കോഡൊമൈനും റേഞ്ചും സെയിം ആണ് എന്ന് കാണിക്കണം, അല്ലെ? on 2 തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കോഡൊമൈനും റേഞ്ചും സെയിം ആണെന്ന് കാണിക്കണം.
ഓക്കെ, അപ്പൊ എന്താണ് കോഡൊമൈൻ? പലർക്കും അറിയത്തില്ല എന്താണ് ഈ കോഡൊമൈൻ എന്ന് പറയുന്നത്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ചോദ്യത്തിൽ നിന്ന് തന്നെ എഴുതാൻ പറ്റുന്ന ഒരു സാധനമാണ് കോഡൊമൈൻ. ശ്രദ്ധിച്ചോണം, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ആണ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 1/x/2 എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചോദ്യത്തിലുണ്ട് കേട്ടോ. എഫ് സച്ച് ദാറ്റ് ആർ ടു ആർ ചോദ്യത്തിലുണ്ടേ. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷനാണ്. നോക്കിക്കോ, ഓൺ ടു ആണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റിനകത്ത് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഓക്കെ, എയിൽ നിന്ന് ബിയിലേക്ക് ഡിഫൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആണെങ്കിൽ ആ സെക്കൻഡ് സെറ്റ് അഥവാ ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ. എന്താണ്? കോഡൊമൈൻ. കോഡൊമൈൻ അല്ലെ? കോഡൊമൈൻ. എ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ഡൊമൈൻ. ഈ കോഡൊമൈനോ അല്ലെങ്കിൽ കോഡൊമൈനിന്റെ സബ്സെറ്റോ ആണ് റേഞ്ച് എന്ന് പറയുന്നത്. കോഡൊമൈനോ അല്ലെങ്കിൽ കോഡൊമൈനിന്റെ സബ്സെറ്റോ ആണ് റേഞ്ച്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ കോഡൊമൈനും റേഞ്ചും സെയിം ആവുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ നമ്മൾ ഓൺ ടു ഫംഗ്ഷൻ എന്ന് വിളിക്കും. എന്താണ്? ഓൺ ടു ഫംഗ്ഷൻ. റേഞ്ച് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അതിന്റെ റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് ഞാൻ അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് അവിടുന്ന് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു വൈ എന്ന് അങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് എക്സ് കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് ആരാ? എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇതാ എക്സ് മൈനസ് 1/2 ഇസ് ഈക്വൽ ടു വൈ. അവിടെ നിന്ന് എന്ത് കിട്ടും? എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 2y. 2 ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. ഓക്കെ ആണേ. അവിടെ നിന്ന് എക്സ് എന്ത് കിട്ടും? 2y പ്ലസ് 1 കിട്ടും. -1 അപ്പുറം പോയ +1. ഇത് തന്നെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സിന്റെ വില തന്നെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുന്നത്? ഇൻവേഴ്സ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട് മോഡൽ എക്സാമിന് കേട്ടോ. എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1 എന്ന് കിട്ടും. പക്കയാണേ, ക്രിസ്റ്റൽ ക്ലിയർ ആണേ. ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഈ വൈയുടെ സ്ഥാനത്തോട്ട് ഞാൻ ഈ കോഡൊമൈനിലെ ഏത് വില കൊടുത്താലും, കോഡൊമൈൻ റിയൽ നമ്പറാണ്, വൈയുടെ സ്ഥാനത്തോട്ട് ഏത് റിയൽ നമ്പർ കൊടുത്താലും എനിക്ക് കിട്ടുന്ന എക്സിന്റെ വിലയും റിയൽ നമ്പർ തന്നെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാം, വൈക്ക് ഏത് റിയൽ നമ്പർ കൊടുത്താലും എക്സ് എന്ത് തന്നെയാ? റിയൽ നമ്പർ തന്നെയാണ്. എക്സ് റിയൽ നമ്പർ ആണെങ്കിൽ നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റിയൽ നമ്പറാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പറാണ്. കോഡൊമൈൻ ആരാടാ? കോഡൊമൈനും റിയൽ നമ്പറാണ്. അതുകൊണ്ട് സെക്കൻഡ് സെറ്റാണ് കോഡൊമൈൻ. കോഡൊമൈൻ ആരാണ്? കോഡൊമൈനും റിയൽ നമ്പറാണ് അല്ലെ? കോഡൊമൈൻ ഇസ് ഈക്വൽ ടു റിയൽ നമ്പർ. അപ്പൊ റേഞ്ചും കോഡൊമൈനും സെയിം ആയി അല്ലെ? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആയി. ദെർഫോർ എന്ത് എഴുതി വെക്കാം? കോഡൊമൈൻ ഇസ് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈനും റേഞ്ചും സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്താണെന്ന് പറയാം? ഓൺ ടു ആണ് എന്ന് പറയാം അല്ലെ? അപ്പൊ നമ്മുടെ ഫംഗ്ഷൻ 1 ആണെന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചു, ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് തെളിയിച്ച് കാണിച്ചു. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. അപ്പൊ 2 പാർട്ടുകളും പക്ക. ഇനി മൂന്നാമത്തെ പാർട്ടിൽ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഇൻവേഴ്സ് എക്സ് എന്നാണ് ചോദ്യം. എങ്ങനെയാന്ന് നോക്കാം. സോ അപ്പൊ നമ്മുടെ എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എക്സിന് കിട്ടുന്ന വാല്യൂ അല്ലെങ്കിൽ എക്സിന് കിട്ടുന്ന വിലയാണ് നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും ഓർത്തോണം, ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ക്വസ്റ്റ്യനിൽ കാണും. ആ ഫംഗ്ഷനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക, അത് സോൾവ് ചെയ്തുകൊണ്ട് എക്സ് കണ്ടുപിടിക്കുക. ആ എക്സിന് കിട്ടുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ശരിയല്ലയോ? ശ്രദ്ധിച്ചിരിക്കണേ. അപ്പം നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു സി പാർട്ട്, എക്സ് ഇസ് ഈക്വൽ ടു 2y പ്ലസ് 1 ആണ്. 2 രീതിയിൽ എഴുതാം. എക്സിന്റെ ടേംസിൽ തന്നെയാണ് അവർ ചോദിച്ചേക്കുന്നത്. എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ y കാണുന്ന സ്ഥലത്തോട്ട് അങ്ങോട്ട് എക്സ് കൊടുത്താൽ മതി. 2x പ്ലസ് 1 ആണ് അതിന്റെ ഇൻവേഴ്സ്. മറ്റൊരു രീതിയിൽ എഴുതാം, എഫ് ഇൻവേഴ്സ് y എന്ന് എഴുതാം. അത് 2y പ്ലസ് 1 എന്ന് തന്നെ എഴുതിയാൽ മതി. വൈയുടെ ടേംസിലും എഴുതാം, എക്സിന്റെ ടേംസിലും ആൻസർ എഴുതാം. നോക്കിക്കേ, എഫ് ഇൻവേഴ്സ് എക്സ് ആണ് ചോദ്യത്തിൽ ചോദിച്ചേക്കുന്നത്. എഫ് ഇൻവേഴ്സ് എക്സ് എന്തുവാ? y മാറ്റിക്കൊണ്ട് എക്സ് ആക്കണം, 2x പ്ലസ് 1. പക്ഷെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനല്ല ചോദിച്ചേക്കുന്നത്. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒക്കെ മാറി മക്കളെ. അപ്പൊ നമുക്ക് ഇൻവേഴ്സ് ഒന്ന് വരച്ച് കാണിക്കാനാണ് അവർ പറയുന്നത്. ഒരു സ്ട്രൈറ്റ് ലൈൻ കിട്ടിയാൽ അത് വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയത്തില്ലയോ? എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു ടാബുലാർ കോളം വരയ്ക്കുക. ഗ്രാഫ് നമുക്ക് വരയ്ക്കാം. അതിനു മുമ്പേ വാല്യൂസ് വേണമല്ലോ ഗ്രാഫ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ. അതിനകത്ത് എക്സിന്റെ വാല്യൂ, എഫ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ. ഓക്കെ, എക്സിന്റെ വില എന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 1 ആണ്. എക്സിന് നമുക്ക് കയ്യിൽ നിന്നിട്ട് വില കൊടുക്കാം അല്ലെ? കയ്യിൽ നിന്നിട്ട് 2-3 വിലകൾ പറഞ്ഞേ. എക്സിന് 0 കൊടുത്താൽ, എക്സിന്റെ പ്ലേസിലോട്ട് 0 കൊടുത്താൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്ത് കിട്ടും? 2 × 0 പ്ലസ് 1 കിട്ടും. എക്സിന് 2 കൊടുത്താൽ, അതായത് 1 കൊടുക്കാം. 1 കൊടുത്താൽ എന്ത് വരുടാ?
എക്സിന് 1 കൊടുത്താൽ 2 ഇൻറ്റു 1 പ്ലസ് 1 2 പ്ലസ് 1 3 കിട്ടും. എക്സിന് -1 കൊടുത്താൽ എഫ് ഇൻവേഴ്സ് എക്സ് എന്ത് വരും? 2 ഇൻറ്റു -1 പ്ലസ് 1 ശരിയല്ലയോ? 2 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ -2 ആണ്, പ്ലസ് 1 -2 പ്ലസ് 1 എന്തുവാ? -1. വ്യത്യാസം കണ്ടിട്ട് വലുതിന്റെ തന്നെ 2 ൽ 1 കുറച്ച് 1 വലുത് 2 ചിഹ്നം മൈനസ്. ഓക്കെ ആണേ? അതും എന്തായി? -1 കൊടുത്താൽ -1 തന്നെ കിട്ടും. സംഭവം സെറ്റാണെന്ന് വിചാരിക്കുന്നു. 3 പോയിന്റ് മതി നമുക്ക് ജസ്റ്റ് ഗ്രാഫ് ഒന്ന് പ്ലോട്ട് ചെയ്യാൻ. ജസ്റ്റ് ഗ്രാഫ് ഒന്ന് വരയ്ക്കുമ്പോഴാണ് 2 മാർക്ക് കിട്ടുന്നത് കേട്ടോ. ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നതിന് 1 മാർക്ക്, ഗ്രാഫ് വരയ്ക്കുന്നതിന് 1 മാർക്ക്, അങ്ങനെയാണ് ടോട്ടൽ 2 മാർക്ക് വരുന്നത്. നോക്കിക്കേ, എക്സിന് 0 കൊടുത്താൽ എഫ് ഇൻവേഴ്സ് 1 വരും. എക്സിന് 1 2 3 ഒന്ന് മാർക്ക് ചെയ്തോണേ. 1 2 3 4 -1 -2 -3 -1 -2 -3 1 2 3 4. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 1. അതുകൊണ്ട് ഇത് 0 1 എന്നുള്ളതാണ് ആദ്യത്തെ പോയിന്റ്. പിന്നെ 1 3 എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. -1 -1 എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ്. 0 1 മാർക്ക് ചെയ്ത് വെച്ചു. ഇനി 1 3, എക്സിന് 1 കൊടുത്താൽ വൈയുടെ 3 കണ്ടോ, 1 കൊടുത്തപ്പോൾ 3യുടെ അവിടെ മാർക്ക് ചെയ്യാം. ഇനി -1 -1, എക്സിന് -1 കൊടുത്താൽ വൈക്ക് -1 ദണ്ട് ഇവിടെ. ഓക്കെ, ഇനി 3 പോയിന്റുകളും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ. അത്രേ ഉള്ളൂ പരിപാടി കഴിഞ്ഞു. ആ 3 പോയിന്റുകളും കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു സ്ട്രൈറ്റ് ലൈൻ. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ this is the graph of f inverse x. f inverse x ആരാ? 2x plus 1. f inverse x is equal to 2x plus 1ന്റെ ഗ്രാഫ് ആണിത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇതാണ് മൂന്നാമത്തെ പാർട്ടിന്റെ ആൻസർ. ക്ലിയർ അല്ലോടാ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് 3 മാർക്കിന് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് പബ്ലിക് എക്സാമിന് വന്ന ഒരു ചോദ്യമാണിത്. അതേ 3 മാർക്കിന് തന്നെ ആവർത്തിച്ച് വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ല രീതിയിൽ നോക്കേണ്ടതായ ഒരു ക്വസ്റ്റ്യൻ. റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് എല്ലാവരും കേട്ടിട്ടുള്ള പേരുകളാണ്. ടൈപ്സ് ഓഫ് റിലേഷൻ എന്ന് പറയും. റിലേഷനെ നമുക്ക് പ്രധാനമായും 3ആയി തിരിക്കാം. ഏതൊക്കെയാണ്? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. എയിൽ നിന്ന് എയിലോട്ട് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ, ഒരാളിൽ നിന്ന് അയാളിലേക്ക് തന്നെ ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിഫ്ലക്സീവ്. എയിൽ നിന്ന് ബിയിലേക്കും തിരിച്ച് ബിയിൽ നിന്നും എയിലേക്കും റിലേഷൻ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് സിമെട്രിക്. എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കും ആൻഡ് എയിൽ നിന്ന് സിയിലേക്കും കൂടെ ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രാൻസിറ്റീവ്. ഇപ്പൊ റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഓക്കെ, അപ്പൊ എന്താണെന്നുള്ളത് ഒരു ചെറിയ ഐഡിയ ഞാൻ പറഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ലെറ്റ് ആർ ബി ദ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് ഓഫ് ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസിന്റെ ഓർഡേർഡ് പെയർ ആണ് T1, T2 such that triangle 1 is similar to triangle 2. triangle 1 triangle 2ന് സിമിലർ ആണ്, സിമിലർ ട്രയാങ്കിൾസ് ആണ്. Prove that R is an ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ഇക്വലൻസ് റിലേഷൻ. അപ്പം വിചാരിക്കും റിഫ്ലക്സീവ് പഠിച്ചിട്ടുണ്ട്, സിമെട്രിക് പഠിച്ചിട്ടുണ്ട്, ട്രാൻസിറ്റീവ് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് ഈ ഇക്വലൻസ് റിലേഷൻ? എടാ, ഒരു റിലേഷൻ ഇത് 3 ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. ടൈപ്സ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ പഠിക്കും. 1 ഫംഗ്ഷനും ഉണ്ട്, ഓൺ 2 ഫംഗ്ഷനും ഉണ്ട്. ഒരു ഫംഗ്ഷൻ ഇത് 2 ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അതേപോലെ തന്നെ ടൈപ്സ് ഓഫ് റിലേഷൻ ഏതൊക്കെയാ? റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്. ഒരു റിലേഷൻ ഇത് 3 ആവുകയാണെങ്കിൽ ആ റിലേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. എന്താണ്? ഇക്വലൻസ് റിലേഷൻ. നോക്കിക്കോ. അപ്പൊ ആദ്യമേ തന്നെ റിഫ്ലക്സീവ് വളരെ എളുപ്പമാണ് തെളിയിച്ചെടുക്കാൻ. ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 3 മാർക്ക് ഈസി ആയിട്ടും കിട്ടും. റിഫ്ലക്സീവ് തെളിയിക്കുന്നതിന് 1 മാർക്ക്, സിമെട്രിക് തെളിയിക്കുന്നതിന് 1 മാർക്ക്, ട്രാൻസിറ്റീവ് തെളിയിക്കുന്നതിന് 1 മാർക്ക്, അങ്ങനെ മൊത്തം 3 മാർക്ക്. റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ എളുപ്പമാണ്. എന്ത് ചെയ്താൽ മതി? റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ എളുപ്പമാണ്. ട്രയാങ്കിൾ 1ന് തന്നെ സിമിലറാ അല്ലെ? റിഫ്ലക്സീവ് തെളിയിക്കുന്നത് എങ്ങനെയാണ്? T1, T2 എന്ന് മാറ്റിക്കൊണ്ട് T1, T1 എന്നാക്കണം. ഒരാളിൽ നിന്ന് അയാളിലേക്ക് തന്നെയുള്ള റിലേഷൻ. ബിലോങ്സ് ടു റിലേഷൻ ഇംപ്ലൈസ് T1, T1 ബിലോങ്സ് ടു ദ റിയൽ നമ്പർ അല്ല, റിലേഷൻ ആണ് R കൊണ്ട് സൂചിപ്പിക്കുന്നത്. ബിലോങ്സ് ടു ദ റിലേഷൻ ഇംപ്ലൈസ് എന്താണ്? ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ 1. ഇത് ശരിയോ തെറ്റോ? 100% ശരിയാ. ഒരു ട്രയാങ്കിള് ആ ട്രയാങ്കിളിന് തന്നെ സിമിലർ ആയിരിക്കും. ശരിയല്ലയോ? R is reflexive because കാരണം എന്താടാ? every triangle
every triangle is similar to itself. എല്ലാ ട്രയാങ്കിളും സ്വന്തമായിട്ട് എന്തായിരിക്കും? സിമിലറൈസ്. ആ ട്രയാങ്കിളിൽ തന്നെ സിമിലർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത നോക്കിക്കേ, സിമെട്രിക് എങ്ങനെ തെളിയിക്കാം? സിമെട്രിക് നമുക്ക് എങ്ങനെ തെളിയിക്കാം? ഓടയുടെ പേർ എടുക്കാം. ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2 ആൻഡ് ട്രയാങ്കിൾ 2, ട്രയാങ്കിൾ 1 belongs to the relation implies. ട്രയാങ്കിൾ 1, ട്രയാങ്കിൾ 2 റിലേഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ 2 എന്ന് പറയാം. ദിസ് ഇംപ്ലൈസ്, ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചും തറപ്പിച്ചും പറയാം. എടാ, ഒരു ട്രയാങ്കിൾ T1 എന്ന് പറയുന്ന ട്രയാങ്കിൾ T2 എന്ന് പറയുന്ന ട്രയാങ്കിളിന് സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ T2 തിരിച്ച് ആർക്കും സിമിലർ ആയിരിക്കും, T1ന് സിമിലർ ആയിരിക്കും. ഒരു സംശയമില്ലാതെ നമുക്ക് പറയാം, അല്ലെ? എ ബിക്ക് സിമിലറാ, അങ്ങനെയാണെങ്കിൽ ബി തിരിച്ച് എക്കും സിമിലർ ആയിരിക്കുമല്ലോ. സിമിലർ ട്രയാങ്കിൾ, ശരിയല്ലേ? ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ 2 എന്ന് പറഞ്ഞാൽ തിരിച്ചും പറയാം. ദിസ് ഇംപ്ലൈസ് ട്രയാങ്കിൾ 2 ഈസ് T1, T2 റിലേഷൻ ഉണ്ടെങ്കിൽ മറ്റേത് ഉണ്ടെന്ന് കാണിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ആദ്യമേ എഴുതി വെക്കരുത്, അവസാനം നമുക്ക് എഴുതാം. T1, T2 റിലേഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം T1 ഈസ് സിമിലർ ടു T2 ആണെന്ന്. ആൻഡ് ദാറ്റ് ഇംപ്ലൈസ് എന്താണ്? T2 ഈസ് സിമിലർ ടു T1. ട്രയാങ്കിൾ 1 ട്രയാങ്കിൾ 2ന് സിമിലർ ആണെങ്കിൽ തിരിച്ചും പറയാൻ ധൈര്യമായിട്ട് ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ 1നും സിമിലർ ആയിരിക്കും, അല്ലെ? Therefore T1, T2 implies എന്താണ്? T1, T2 belongs to the relation implies T1 is similar to T2. അങ്ങനെയാണെങ്കിൽ T2 is similar to T1 എന്ന് പറഞ്ഞാൽ T2, T1 എവിടെ ഉണ്ടെന്ന് അർത്ഥം? റിലേഷനിലുണ്ടെന്ന് അർത്ഥം, അല്ലെ? T1, T2 belongs to the relation implied that T2, T1 is also belongs to the relation. Therefore R is എന്താണെന്ന് പറയാം? സിമെട്രിക് ആണ് എന്ന് പറയാം. ഇനി ഫൈനലി എന്ത് തെളിയിച്ച് നോക്കണം? ട്രാൻസിറ്റീവ് തെളിയിച്ച് നോക്കണം. ട്രാൻസിറ്റീവ് എങ്ങനെയാണ് തെളിയിക്കുന്നത്? രണ്ടുപേരെ എടുക്കുക, അല്ലെ? ട്രയാങ്കിൾ 1ഉം ട്രയാങ്കിൾ 2ഉം പിന്നെ ട്രയാങ്കിൾ 2ഉം ഒരു ട്രയാങ്കിൾ 3ഉം, എയിൽ നിന്ന് ബിയിലേക്ക് ബിയിൽ നിന്ന് സിയിലേക്ക്, ശരിയല്ലോ? ഇത് റിലേഷനിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? T1 ഈസ് സിമിലർ ടു T2 ആൻഡ് T2 ഈസ് സിമിലർ ടു T3, ശരിയല്ലോ? T1 ഈസ് ട്രയാങ്കിൾ 1 എന്ന് പറയുന്നത് ട്രയാങ്കിൾ 2ന് സിമിലർ ആണ് ആൻഡ് ട്രയാങ്കിൾ 2 ഈസ് സിമിലർ ടു ട്രയാങ്കിൾ 3. ട്രയാങ്കിൾ 2 എന്ന് പറയുന്നത് ട്രയാങ്കിൾ 3ക്കും സിമിലറാണ്. ട്രയാങ്കിൾ 1 ട്രയാങ്കിൾ 2ന് സിമിലർ ആണ് ആൻഡ് ട്രയാങ്കിൾ 2 ട്രയാങ്കിൾ 3ക്കും സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ ഉറപ്പിച്ച് പറയാം. എടാ, സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചേ. ഒരു ട്രയാങ്കിൾ മറ്റൊരു ട്രയാങ്കിളിന് സിമിലറാണ്, ആ ട്രയാങ്കിൾ വേറൊരു ട്രയാങ്കിളുമായിട്ട് സിമിലറാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം പറഞ്ഞ ട്രയാങ്കിളും അവസാനം പറഞ്ഞ ട്രയാങ്കിളും എന്തായേ പറ്റൂ? സിമിലർ ആയല്ലേ പറ്റൂ. എ ബിക്ക് സിമിലറാ, ബി സിക്ക് സിമിലറാ. അങ്ങനെയാണെങ്കിൽ എ സിയും തമ്മിൽ സിമിലർ ആവണ്ടേ? മിനിമം ലോജിക്ക് വെച്ച് ആലോചിച്ചോടെ. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു എന്താണ്? ട്രയാങ്കിൾ 3. ദിസ് ഇംപ്ലൈസ് ട്രയാങ്കിൾ 1 ഈസ് സിമിലർ ടു എന്താണ്? ട്രയാങ്കിൾ 3. അവിടുന്ന് എന്ത് പറയാം? Therefore T1, T3 belongs to relation. Therefore T1ഉം T2ഉം T3യും റിലേഷൻ ഉണ്ടെങ്കിൽ T1ൽ നിന്ന് T3യിലേക്ക് കൂടെ റിലേഷൻ ഉണ്ട് എന്ന് നമ്മൾ തെളിയിച്ച് കാണിച്ചു. Therefore R is എന്താണെന്ന് പറയാം? ട്രാൻസിറ്റീവ്. അപ്പൊ ഇത് മൂന്നും ആയതുകൊണ്ട്, റിഫ്ലക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവ്, ഇത് മൂന്നും ആയതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, തന്നിട്ടുള്ള റിലേഷൻ എന്താണ്? ഇക്വലൻസ് റിലേഷൻ ആണ്. Therefore അതും കൂടെ എഴുതി കൺക്ലൂഡ് ചെയ്യണേ. R എന്ന് പറഞ്ഞ റിലേഷൻ റിഫ്ലക്സീവ് ആണ്, R എന്ന് പറഞ്ഞ റിലേഷൻ സിമെട്രിക് ആണ്, R എന്ന് പറഞ്ഞ റിലേഷൻ ട്രാൻസിറ്റീവ്. ഇത് മൂന്നും ആയതുകൊണ്ട് R is an equivalence relation എന്ന് പറയാം. R എന്ന് പറയുന്ന റിലേഷൻ എന്താണ്? ഒരു ഇക്വലൻസ് റിലേഷൻ ആണ്. R is an equivalence relation. സംഭവം കഴിഞ്ഞില്ലയോ? അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനും നാലാമത്തെ ക്വസ്റ്റ്യനും ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഒരു പ്രത്യേകതയുണ്ട്, വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യനെ അവിടെ നിന്ന് വരത്തുള്ളൂ. ഓക്കെ, അതിൽ തന്നെ ഉറപ്പായിട്ടും 100% നമുക്ക് എഴുതി വെക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പൽ വാല്യൂ ചോദിക്കും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. പ്രിൻസിപ്പൽ വാല്യൂ നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്ന സംഗതിയാണ്. 30, 60, 90, 45, 45, 90 ട്രയാങ്കിളിന്റെ റേഷ്യോസ് എല്ലാം അറിഞ്ഞിരിക്കണം. 10ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നതാണ്.
നോക്കിക്കേ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് കോട്ട് ഇൻവേഴ്സ് -1/√3. ശ്രദ്ധിച്ചിരിക്കണേ, പലർക്കും ഈ മൈനസ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ ആവുന്നത്. 2-3 ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പമാണ്. ഒന്ന്, സൈൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നു കഴിഞ്ഞാൽ, സൈൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ മൈനസ് നേരെ പുറത്തിറങ്ങും. മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്. മൈനസിന് അങ്ങനെ ഒരു പ്രത്യേകത ഉള്ളത് അറിയാമല്ലോ. പിന്നെ ടാൻ ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും മൈനസ് നേരെ പുറത്തിറങ്ങും. കൊസീക്ക് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും അത് നേരെ പുറത്തിറങ്ങും. മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആവും. ഇനി ബാക്കി 3 പേരുണ്ടല്ലോ, കോസ് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാൽ അത് പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവും. എന്താവും? പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് ആവും. മൈനസ് വരുമ്പോൾ മാത്രം ഇത് ആലോചിച്ചാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് എഴുതാം ആൻസർ. പിന്നെ സീക്ക് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും അതെന്താവും? പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ് ആവും. കോട്ട് ഇൻവേഴ്സിനകത്ത് മൈനസ് വന്നാലും അതെന്താവും? പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ് ആവും. ഓക്കെ, ഇത് സെറ്റായിട്ട് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. നോക്കിക്കോ, കോട്ട് ഇൻവേഴ്സ് -1/√3. നോക്കിക്കേ, കോട്ട് ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് നെഗറ്റീവ് ഒഴിവാക്കി എഴുതാം. ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ആൻസർ പറഞ്ഞേ, കോട്ട് ഇൻവേഴ്സ് -1/√3 ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് നെഗറ്റീവ് ഒഴിവാക്കി 1/√3. ക്ലിയർ ആണല്ലോ? സെറ്റ് അല്ലേ? ഇനി കോട്ടിന്ന് നേരെ സൈൻ നമുക്ക് ടാനിലോട്ട് മാറ്റാം. നമുക്കറിയാം സൈൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഏതൊക്കെയാ? സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്. ഇതാണ് കറക്റ്റ് ഓർഡർ പ്രകാരം അല്ലെ. അതിലെ സൈനിന്റെ ഇൻവേഴ്സ് ആണ് കൊസീക്ക്, കോസിന്റെ ഇൻവേഴ്സ് ആണ് സീക്ക്, ടാനിന്റെ ഇൻവേഴ്സ് ആണ് കോട്ട്. അപ്പൊ കോട്ട് വന്നാൽ അതിന്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ടാനിലേക്ക് വേണമെങ്കിൽ മാറ്റാം. എങ്ങനെയാ? കോട്ട് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. ടാൻ ഇൻവേഴ്സ് അകത്തുള്ള ആളെ തിരിച്ചിടണം. 1/x തിരിച്ചിട്ടാൽ എന്താവും? എക്സ്. അതേപോലെ തന്നെ എല്ലാം പറയാം. സീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ അതിന്റെ ഇൻവേഴ്സ് ആരാ? കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. ശരിയല്ലേ? ഇതെല്ലാം ടെക്സ്റ്റിൽ ആദ്യമേ പറയുന്ന 1-2 ചെറിയ ചെറിയ ഇക്വേഷൻസ് ആണ്. ഇപ്പൊ കോട്ട് ഇൻവേഴ്സ് 1/x വന്നാൽ അത് ടാൻ ഇൻവേഴ്സ് എക്സ് ആ. അപ്പൊ കോട്ടിനെ ടാനിലോട്ട് മാറ്റണമെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആലോചിക്കാവുന്നേ ഉള്ളൂ. കോട്ടിന് ഏത് ആംഗിളാണ് 1/√3 വരുന്നത്. ചിലരും എല്ലാ ആംഗിൾ പഠിച്ചു വെക്കുന്നത് 30, 60, 90, 45 എല്ലാ ആംഗിൾ പഠിച്ചു വെക്കുന്നത് എന്താണ്? സൈനും കോസും ടാനും എല്ലാവരും പഠിക്കത്തുള്ളൂ. മറ്റേത് കാണാൻ പഠിച്ചു വെക്കത്തില്ല പൊതുവെ. കൊസീക്കും സീക്കും കോട്ടും ഒന്നും അത് അറിയാവുന്നുണ്ടെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ ആണെന്ന് അറിയാം. അതുകൊണ്ട് ടാനിലേക്ക് മാറ്റി എച്ചിലൂടെ ഒറ്റ നോട്ടത്തെ ആൻസർ ആയി. കോട്ട് ടാനിലേക്ക് മാറ്റുമ്പോൾ ടാൻ ഇൻവേഴ്സ് 1/√3 തിരിച്ചിട്ടാൽ മതി, √3. ഇനി പറഞ്ഞേ, പൈ മൈനസ് ടാനിന് ഏതായെങ്കിലും √3 വരുന്നത്? ടാൻ 60 ഡിഗ്രി ആണ് അല്ലെ. ടാൻ 60 ഡിഗ്രി ആണ് √3. അത് അറിഞ്ഞിരിക്കണേ. ടാൻ 60 ആണ് √3. 60യുടെ റേഡിയൻ മെഷർ എന്തുവാ? 60 എന്ന് പറഞ്ഞാൽ π/3. ഓക്കെ ആണല്ലോ? ക്രോസ് ചെയ്താൽ എന്താവും? 3π മൈനസ് π/3. 3π എന്ന് പൈ കുറച്ച് 2π/3 ആണ് ആൻസർ വരിക. ഓക്കെ, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കോസ് ഇൻവേഴ്സ് 1/2 പ്ലസ് 2 സൈൻ ഇൻവേഴ്സ് 1/2. ശ്രദ്ധിച്ച് ആൻസർ പറഞ്ഞേ. കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസിന് ഏത് ആംഗിൾ ആണ്? ഉത്തരം 1/2 വരുന്നത്. കോസ് 60 ഡിഗ്രി ആണ് 1/2. ശരിയല്ലേ? 60 ഡിഗ്രി. 60യുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എന്തുവാ? π/3 പ്ലസ് 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1/2. സൈൻ ഏതാങ്കിളാ 1/2 വരുന്നത്? സൈൻ 30 ഡിഗ്രി ആണ് 1/2. അപ്പൊ 30യുടെ കറസ്പോണ്ടിങ് റേഡിയൻ മെഷർ എത്ര? π/6 അല്ലെ? π/6. ഓക്കെ, 2ഉം 6ഉം വെട്ടി 3, അതായത് π/3 പ്ലസ് π/3. ഡിനോമിനേറ്റർ സെയിം ആണല്ലോ. ന്യൂമറേറ്റർ കൂട്ടിയാൽ പൈ പ്ലസ് പൈ. പൈയും പൈയും കൂട്ടി 2π ഡിവൈഡഡ് ബൈ 3. 2π/3 ആണ് ആൻസർ വരുന്നത്. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. അടുത്ത നോക്കാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. 5ാമത്തെ 6ാമത്തെ ക്വസ്റ്റ്യൻ പഠിച്ചു കഴിയുമ്പോൾ ഇൻവേഴ്സ് ട്രിഗണോമെട്രി പരീക്ഷയ്ക്ക് ചാൻസ് ഉള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാം. നോക്കിയാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ.
ഇപ്പോഴത്തെ പുതിയൊരു എക്സാം പാറ്റേൺ ഒക്കെ അനുസരിച്ച് വളരെയധികം പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. നോക്ക്, ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. സൈൻ ഓഫ് π/3 മൈനസ്, തൊട്ട് മുൻപ് ഒരു കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ? സൈൻ ഇൻവേഴ്സിനകത്ത് നെഗറ്റീവ് വന്നാൽ നെഗറ്റീവ് നേരെ പുറത്തിറങ്ങും, ശരിയല്ലയോ? ഓൾറെഡി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇയാളുടെ മൈനസും കൂടെ നേരെ പുറത്തോട്ട് വരും. സൈൻ ഇൻവേഴ്സ് ഇനി മൈനസ് ഇല്ലാതെ 1/2 മാത്രമായിട്ട് എഴുതാം. നോക്കിക്കേ, അപ്പൊ ഇതെന്തായി? സൈൻ ഓഫ് π/3 രണ്ട് മൈനസ് ചേർന്നുകൊണ്ട് പ്ലസ് സൈൻ ഇൻവേഴ്സ് 1/2. So this is equal to sin of π/3 plus sin inverse 1/2. അതായത് സൈനിന് ഏത് ആംഗിൾ ആണ് ഉത്തരം 1/2 വരുന്നത്? ഏത് ആംഗിളാ? സൈൻ 30 ആണ് 1/2. 30യുടെ റേഡിയൻ മെഷർ എത്രയാണ്? π/6. സൈൻ ഓഫ് π/3 പ്ലസ് π/6. π/3 എന്ന് പറഞ്ഞാൽ എത്ര? 60 ആ. π/6 എന്ന് പറഞ്ഞാൽ 30 ആ. 60 30 കൂടെ കൂട്ടി 90. 90ന്റെ റേഡിയൻ മെഷർ π/2. നേരെ അങ്ങ് എഴുതിക്കോട്ടെ, സൈൻ π/2 എന്നങ്ങ് എഴുതിക്കോട്ടെ. ക്രോസ് ചെയ്താലും ഇതേ ഉത്തരം കിട്ടും. ഇവിടെ താഴെ 6 കൊണ്ടുവരാൻ മുകളിലും താഴെയും 2 കൊടുക്കുക. 2π/6 എന്ന് വരും. 2π പ്ലസ് π 3π/6 എന്ന് വരും. 3യും 6ഉം വെട്ടിയാൽ π/2 തന്നെ കിട്ടും. ഓക്കെ, ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് എഴുതിക്കോട്ടെ. സൈൻ 90 എത്രടാ? സൈൻ 0 സൈൻ 91 ആ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഒരു ആശാൻ നിങ്ങളുടെ കയ്യിലുണ്ട്, ആളോട് ചോദിച്ചാൽ ഉത്തരം പറഞ്ഞു തരും. സൈൻ π/2 എന്താണ്? 1. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിലബസിൽ. അതായത് ഡിലീറ്റഡ് ടോപ്പിക്സ് പബ്ലിഷ് ചെയ്തൊരു സാധനം ഉണ്ടല്ലോ, അതിനകത്ത് ഡിലീറ്റഡ് ടോപ്പിക്സിനകത്ത് തന്നെ ഇൻക്ലൂഡിങ് എന്ന് എടുത്തു പറയുന്ന ഒരു സാധനമാണിത്. കോസ് ഇൻവേഴ്സ് കോസ് 7π/3 ഇൻക്ലൂഡിങ് ആണ്. കോസ് ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ്, ടാൻ ഇൻവേഴ്സ് ടാൻ എക്സ്. അപ്പൊ അതിലെ ഒരെണ്ണം ഉറപ്പാണ്, പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. പലരും ചാടി കയറി 7π/3 എന്നങ്ങ് എഴുതും. എടാ, നമ്മൾ പഠിച്ചതാണല്ലോ കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഈക്വൽ ടു എക്സ്, ശരിയല്ലേ? എടാ, പക്ഷെ ആ എക്സ് കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിലായിരിക്കണം, എങ്കിൽ മാത്രമേ അത് എഴുതാൻ പറ്റത്തുള്ളൂ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആ എക്സ് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചായ -π/2നും +π/2നും ഇടയ്ക്കായിരിക്കണം. കോസ് ഇൻവേഴ്സ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് എഴുതണമെന്നുണ്ടെങ്കിൽ ആ എക്സിന്റെ വില കോസ് ഇൻവേഴ്സിന്റെ റേഞ്ചായ 0ക്കും 180ക്കും 0 to πക്ക് ഇടയ്ക്കായിരിക്കണം. 0ക്കും πക്കും ഇടയ്ക്കായിരിക്കണം, ശരിയല്ലേ? നോക്കിക്കേ, ഇപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് 7π/3. അപ്പൊ ഇത് ഈ 0 to πക്ക് ഉള്ളിലാണോ എന്നാണ് ആദ്യം നോക്കണ്ടേ. കോസ് ഇൻവേഴ്സിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 മുതൽ π ആണ്. ഇതിനുള്ളിലാണോ എന്നാണ് ആദ്യം അറിയേണ്ടത്. അപ്പൊ ഇതിന്റെ ഈ ആശാനെ അങ്ങോട്ട് എടുക്കണം. 7π/3 എന്ന് പറഞ്ഞാൽ എന്തുവാ? 7 into π/3 നിങ്ങൾക്ക് അറിയാം. π/3 എന്ന് പറഞ്ഞാൽ എന്താണ്? π/3 എന്ന് പറഞ്ഞാൽ 60 ആണ്, അല്ലേ? ഇതെന്ന് പറയുന്നത് എത്ര? 1 7 7 14 3 21 5 35 6 42 420. യമണ്ടൻ സാധനം അല്ലേ, വലിയ സാധനമാണ്. സോ 180യേക്കാൾ ഒരുപാട് വലുതാണ് ഇത്. അപ്പൊ നമുക്ക് ഇവനെ ചെറുതാക്കണം, ചിന്ന ആളാക്കണം. അതായത് 0ക്കും πക്കും ഇടയിലാക്കണം. അതാണ് നമ്മുടെ ജോലി. എന്ത് ചെയ്യാൻ പറ്റും? റെഡ്യൂസ് ചെയ്യാം. ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം, വൺ ഓഫ് ദ പ്രഡിക്റ്റബിളി നമുക്ക് വെക്കാം. കോസ് ഇൻവേഴ്സ് കോസ് 7π/3. 7π/3നെ താഴെ 3 മുകളിൽ 3യുടെ ഒരു മൾട്ടിപ്പിൾ കൊണ്ടുവരാൻ പറ്റും. എങ്ങനെ എഴുതാം? 7πയുടെ 6πയുടെ കൂടെ π കൂട്ടിയാൽ 7π കിട്ടും, താഴെ 3. ഓക്കെ, ഇനി ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തോടെ വരുന്നത്? കോസ് ഇൻവേഴ്സ് കോസ്, നോക്ക്, 6π/3 എന്താണ്? 2π പ്ലസ് π/3. ഓക്കെ അല്ലേ? ഇതെന്തോ സാധനം? കോസ് 2π പ്ലസ് തീറ്റ പഠിച്ചിട്ടുണ്ട് അല്ലേ? കോസ് 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്. കോസ് 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? കോസ് തീറ്റയാ. അപ്പൊ കോസ് 2π പ്ലസ് π/3 എന്ന് പറഞ്ഞാൽ കോസ് π/3 ആണ്. അപ്പൊ എന്ത് വരും? കോസ് ഇൻവേഴ്സ് കോസ് π/3 എന്ന് വരും. ഇനി നോക്ക്, കോസ് ഇൻവേഴ്സ് കോസ് എക്സ് എക്സ് എന്ന് എഴുതാം. ആ എക്സ് 0ക്കും πക്കും ഇടയിലാണെങ്കിൽ π/3 എന്ന് പറഞ്ഞാൽ 60 ആ. 60 0നും 180നും ഇടയ്ക്കല്ലേ? സോ അപ്പൊ ആൻസർ, ഫൈനൽ ആൻസർ ആയല്ലോ, π/3 is the
റിക്വയർഡ് സൊല്യൂഷൻ. π/3 is the required solution. ക്ലിയർ? കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ചോദ്യം മെട്രിക്സിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്ന പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചതാണ് കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ഒരു മെട്രിക്സ് നമുക്ക് തന്നിട്ടുണ്ട് 3 1 -1 2. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ പാർട്ടിൽ എന്തുവാ? അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ. സ്ഥിരം നിങ്ങൾ കാണുന്ന ക്വസ്റ്റ്യൻ അല്ലേ? സ്ക്വയർ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. a² = a² എന്ന് പറഞ്ഞാൽ മെട്രിക്സ് ആണ്, a × a എന്ന് എഴുതണം അല്ലേ? എന്നിട്ട് ആ എ മെട്രിക്സിന്റെ സ്ഥാനത്തോട്ട് എന്നിട്ട് എന്ത് കൊടുക്കുക? 3 1 -1 2 × 3 1 -1 2. ആദ്യത്തെ മെട്രിക്സ് റോ വൈസും രണ്ടാമത്തെ മെട്രിക്സ് കോളം വൈസും തിരിക്കുക. എന്നിട്ട് അങ്ങോട്ട് ധൈര്യമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. 3 × 3 9 പ്ലസ് 1 × -1 -1. അടുത്ത ഫസ്റ്റ് റോ കൊണ്ട് സെക്കൻഡ് കോളം 3 × 1 3 പ്ലസ് 1 × 2 2. അടുത്ത സെക്കൻഡ് റോ കൊണ്ട് ഫസ്റ്റ് കോളം -1 × 3 -3 പ്ലസ് 2 × -1 -2. ഓക്കെ. അടുത്ത -1 × 1 -1 പ്ലസ് 2 × 2 4. ഓക്കെ ആണല്ലോ? പ്ലസും മൈനസും ചേർന്ന് മൈനസ്. 9 ൽ നിന്ന് 1 കുറച്ച് 8. 3 × 2 5. -3 -2 -5. 4 ൽ നിന്ന് 1 കുറച്ച് 3. ഇതാണ് എന്ത്? a². ഫസ്റ്റ് പാർട്ട് ഓക്കെ ആണ്. ക്ലിയർ? ഇനി സെക്കൻഡ് പാർട്ടിൽ അവർ നമ്മളോട് എന്താ ആവശ്യപ്പെടുന്നത്? ഷോ ദാറ്റ് a² - 5a + 7i = 0 ആണ് എന്ന് തെളിയിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. a² കാണുന്ന സ്ഥലത്തോട്ട് ഇത് കൊടുക്കാം, a കാണുന്ന സ്ഥലത്തോട്ട് ഈ ചോദ്യം അങ്ങോട്ട് കൊടുക്കാം, i കാണുന്ന സ്ഥലത്തോട്ട് ഐഡന്റിറ്റി മെട്രിക്സ്. എന്താണ് ഐഡന്റിറ്റി മെട്രിക്സ്? 1 0 0 1. എല്ലാവർക്കും അറിയാലോ. നോക്കിക്കേ. അപ്പൊ ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അങ്ങോട്ട് എടുക്കുവാണേ. LHS എന്താണ്? a² - 5a + 7i. സോ ദിസ് ഈസ് ഈക്വൽ ടു a² കാണുന്ന സ്ഥലത്തോട്ട് വേണ്ട, a² കാണുന്ന സ്ഥലത്തോട്ട് ഇപ്പൊ കിട്ടിയ ഉത്തരം 8 5 -5 3. 8 5 -5 3. a² സ്ഥാനത്തോട്ട് അതം കൊടുത്തു. a² - 5 × എയുടെ സ്ഥാനത്തോട്ട് എന്ത് കൊടുക്കണം? എയുടെ സ്ഥാനത്തോട്ട് വേണ്ടത് 3 1 -1 2. 3 1 -1 2 പ്ലസ് 7 × ഐയുടെ സ്ഥാനത്തോട്ട്. ഐയുടെ സ്ഥാനത്തോട്ട് നമുക്കറിയാം ഐഡന്റിറ്റി മെട്രിക്സ് എന്താണ്? 1 0 0 1 അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു 8 5 -5 3 മൈനസ് ഈ 5 മാത്രം ഉള്ളിലോട്ട് കൊടുക്കുക. ശ്രദ്ധിക്കണേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്കെയിലാർ കൊണ്ട് എങ്ങനെ ഒരു മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യും? ആ നമ്പർ കൊണ്ട് മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലയോ? 3 × 5 15. 1 × 5 5. -1 × 5 -5. 2 × 5 10. പ്ലസ് ഇനി അഗെയിൻ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് വിത്ത് എ സ്കെയിലാർ. ഈ 7 കൊണ്ട് എല്ലാ എലമെന്റിനെയും ഗുണിക്കണം. 7 × 1 7. 7 × 0 0. 7 × 0 0. 7 × 1 7. ഓക്കെ ആണല്ലോ? സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇനി ശ്രദ്ധിച്ച്, 8 ൽ നിന്നും 15 കുറച്ച -7. രണ്ട് മെട്രിക്സ് തമ്മിൽ കുറയ്ക്കാൻ അറിയാം, കറസ്പോണ്ടിങ് എലമെന്റ് തമ്മിൽ കുറച്ചാൽ മതി അല്ലെ? 5 ൽ നിന്നും 5 പോയാൽ 0. -5 ൽ നിന്നും -5 കുറച്ച -5 -5 -5 പ്ലസ് 5 -5 പ്ലസ് 5 എത്ര? 0. അടുത്ത 3 -10 -7 പ്ലസ് ബാക്കി ആയിരുന്നു പോട്ട് 7 0 0 7. ഇനി അങ്ങോട്ട് കൂട്ടിക്കേ. -7 7 കൂടെ കൂട്ടി 0. 0 0 കൂടെ കൂട്ടി 0. 0 0 കൂട്ടി 0. -7 7 കൂട്ടി 0. എല്ലാ എലമെന്റും 0 ആയില്ലേ? എല്ലാ എലമെന്റും 0 ആണെങ്കിൽ എന്തോ? ദാറ്റ് ഈസ് കോൾഡ് സീറോ മെട്രിക്സ് അല്ലെ? സീറോ മെട്രിക്സ്. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് തുടങ്ങി
ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങി റൈറ്റ് ഹാൻഡ് സൈഡിലെത്തി. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് 2 പാർട്ട് ഓക്കെ ആയി. എ സ്ക്വയർ കണ്ടുപിടിച്ചു, ഇത് നമ്മൾ തെളിയിച്ചെടുത്തു. ഇനി സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, ഈ തെളിയിച്ചത് വെച്ചുകൊണ്ട് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ ഡിറ്റർമിനന്റ് പഠിക്കുന്നുണ്ട്. അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ്. പക്ഷെ അത് ഉപയോഗിക്കാണ്ട് ഇപ്പൊ കിട്ടിയ ഉത്തരം വെച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, നോക്കാം എങ്ങനെയാന്ന്. സോ ഇപ്പൊ നമുക്ക് കിട്ടിയ ഉത്തരം എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i is equal to 0 യൂസിങ് ദ എബോവ് ഇക്വേഷൻ. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദ്യത്തിൽ പറയുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും ശ്രദ്ധിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇക്വേഷനിലോട്ട് നോക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i is equal to 0 നോക്കുമ്പോൾ ഇവിടെ നമുക്ക് ഇൻവേഴ്സ് എന്നുള്ളൊരു സാധനം കാണാനേ പറ്റുന്നില്ലെങ്കിൽ അവനെ കൊണ്ടുവരണമെങ്കിൽ 2 സൈഡിലും എന്ത് ചെയ്യുക, ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് അല്ലെ, മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് വിത്ത് എന്താണ് എ ഇൻവേഴ്സ് കൊണ്ട് മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാം. എന്തുവരും, എ ഇൻവേഴ്സ് ഇൻറ്റു എ സ്ക്വയറിനെ ഞാൻ എ ഇൻറ്റു എ എന്ന് എഴുതുവാണ്, മൈനസ് 5 ഇൻറ്റു എല്ലാരെയും ഗുണിക്കണേ, എ ഇൻവേഴ്സ് ഇൻറ്റു എ പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു ഐ സീക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു 0. എല്ലാരെയും ഗുണിച്ചു, ഓരോ ടേംസിനെയും ഞാൻ ഗുണിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. കണ്ട, എല്ലായിടത്തും എ ഇൻവേഴ്സ് ചാടിക്കറി ഒന്നാണ്ടോ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ എന്താണ്, ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇനി ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത്. ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചാൽ ഐഡന്റിറ്റി മെട്രിക്സും, ഒരു മെട്രിക്സിനെ ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെ തിരിച്ചും കിട്ടും. ശരിയല്ലേ? നോക്കിക്കേ, ഒരു മെട്രിക്സിനെ അതിന്റെ ഇൻവേഴ്സ് കൊണ്ട് ഗുണിച്ചു, എ ഇൻവേഴ്സും എയും കൂടെ ഗുണിച്ച് ഐ, ബാക്കി എ ഉണ്ട്, 5 ഇൻറ്റു എ ഇൻവേഴ്സും എയും കൂടെ ഗുണിച്ചു ഐ, പ്ലസ് 7 ഇൻറ്റു എ ഇൻവേഴ്സും ഐയും കൂടെ ഗുണിച്ചാൽ എ ഇൻവേഴ്സ്. ഏതൊരു മെട്രിക്സ് ആയിക്കോട്ടെ, ഐ കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെ. എ ഇൻവേഴ്സിനെ ഐ കൊണ്ട് ഗുണിച്ചാൽ എ ഇൻവേഴ്സ് തന്നെ. 0 കൊണ്ട് ഗുണിച്ചാൽ 0, മെട്രിക്സ് കൊണ്ട് ഗുണിച്ചാൽ 0. ഓക്കെ, ഇനി ഐ എ കൊണ്ട് ഗുണിച്ചാലോ എ തന്നെ. ഏതൊരു മെട്രിക്സ് ആയിക്കോട്ടെ, ഐ കൊണ്ട് ഗുണിച്ചാൽ ആ മെട്രിക്സ് തന്നെ കിട്ടുന്നത്. മൈനസ് 5i പ്ലസ് 7a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 0. ഓക്കെ, ഈ 7a ഇൻവേഴ്സ് ഇവിടെ നിർത്തിക്കൊണ്ട് ബാക്കി അപ്പുറം കൊണ്ടുപോകാം. മൈനസ് 5i അപ്പുറം പോയാൽ പ്ലസ് 5i, പ്ലസ് എ അപ്പുറം പോയാൽ മൈനസ് എ. ഓക്കെ ആണല്ലോ. സോ ഇവിടുന്ന് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. 7a ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു ഐഡന്റിറ്റി മെട്രിക്സിന്റെ സ്ഥാനത്തോട്ട് 1 0 0 1 കൊടുക്കാം. എ മെട്രിക്സിന്റെ സ്ഥാനത്തോട്ട് ചോദ്യം എന്തായിരുന്നടാ? ചോദ്യം ഇതായിരുന്നു അല്ലെ, 8 5 മൈനസ് 5 3. സോറി, ഇത് എയുടെ സ്ക്വയറാ, ഇതാണ് എ. 3 1 ഇതായിരുന്നു എ അല്ലെ. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ഇതായിരുന്നു എ. എ മെട്രിക്സ് എന്തായിരുന്നു? 3 1 മൈനസ് 1 2. ഞാൻ അത് തുടച്ചു കളഞ്ഞാണ്. 3 1 മൈനസ് 1 2 ആയിരുന്നു എ. യെസ്, ക്ലിയർ ആണല്ലോ. ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ ഇൻവേഴ്സ് കിട്ടും. ശ്രദ്ധിച്ചു പറഞ്ഞേ. 5 ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ 5 ഇൻറ്റു 1 5, 5 ഇൻറ്റു 0 0, 5 ഇൻറ്റു 0 0, 5 ഇൻറ്റു 1 5, മൈനസ് 3 1 മൈനസ് 1 2 സീക്വൽ ടു. നോക്കിക്കേ, 5ൽ നിന്നും 3 കുറച്ച് 2, 0ൽ നിന്നും 1 കുറച്ച് മൈനസ് 1, 0ൽ നിന്നും മൈനസ് 1 കുറച്ച് 0 മൈനസ് മൈനസ് 1, 2 മൈനസ് ചേർന്ന പ്ലസ് 1, 5ൽ നിന്നും 2 കുറച്ച് 3. ഓക്കെ, ഇതെന്താ സാധനം? 7 എ ഇൻവേഴ്സാ. അപ്പൊ അവിടുന്ന് എ ഇൻവേഴ്സ് മാത്രം മതി, 7 ഇപ്പുറം കൊണ്ട് ഹരിക്കണം. അതായത് 1/7 ഇൻറ്റു 2 മൈനസ് 1 1 3. ദിസ് ഈസ് ഈക്വൽ ടു 7 ഉള്ളിലേക്ക് വരുമ്പോൾ 2/7 മൈനസ് 1/7 1/7 3/7. ഇതാണ് നമ്മുടെ ഇൻവേഴ്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്, കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത 3 ചോദ്യങ്ങൾ 8 9 10. ഈ 3 ചോദ്യങ്ങളും 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസാണ്. പക്ഷെ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഉറപ്പായിട്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ടോപ്പിക്കാണ് ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ. ഇപ്പൊ കുറച്ച് നല്ല സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയമായതുകൊണ്ട് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകേണ്ട 3 ക്വസ്റ്റ്യൻസ്. അടിപൊളിയായിട്ട് പഠിച്ചോ, നോക്കിയോ.
ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം ചോദിക്കുന്നതാണ് 1 മാർക്കിന്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള ചോദ്യം തന്നെയാണ്. നോക്കിക്കോ, ഡിറ്റർമിനന്റ് വാല്യൂ ചെയ്ത് പറഞ്ഞേ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ്, ഇത് ഡിറ്റർമിനന്റ് ഇവാലുവേഷനകത്തെ മൈനസ് ആണ്. സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ ആണല്ലോ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക? ABCD ആണെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് ABCD? AD മൈനസ് BC അല്ലെ? AD മൈനസ് BC ആണ് ഡിറ്റർമിനന്റ്. ഓക്കെ ആണല്ലോ 2/2ന്റെ കേസിൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ, രണ്ട് മൈനസുകൾ ചേർന്നുകൊണ്ട് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കൂടെ കൂട്ടി 1 ആണ് ആൻസർ വരുന്നത്. പിടികിട്ടിയോ? ഇനി ശ്രദ്ധിച്ച് 2 മാർക്ക് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ്. ശ്രദ്ധിച്ച് അങ്ങോട്ട് ചെയ്തേ. ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം. x² പ്ലസ് x+1 ഇൻറ്റു x+1 മൈനസ് ഇവന്മാരെ തമ്മിൽ ഗുണിക്കണം അല്ലെ? x+1 ഇൻറ്റു x-1, x+1 ഇൻറ്റു x-1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് പറഞ്ഞേ. x² ഇൻറ്റു x³ പ്ലസ് x² ഇൻറ്റു 1 x² പ്ലസ് x ഇൻറ്റു x² പ്ലസ് x ഇൻറ്റു 1 x പ്ലസ് 1 ഇൻറ്റു x പ്ലസ് 1 ഇൻറ്റു 1 1. ബ്രാക്കറ്റ് ഓപ്പണിംഗ് എല്ലാവർക്കും അറിയാം. മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം, പക്ഷെ മൈനസിന് ശേഷം ഒന്നിലധികം ആൾക്കാർ വരുന്നതുകൊണ്ട് ബ്രാക്കറ്റ് മറന്നു പോകരുത്. ഇവിടെ ഒരു റിസൾട്ട് രൂപത്തിലാണ്, a+b ഇൻറ്റു a-b രൂപത്തിലാണ്. ശരിയല്ലേ? a+b ഇൻറ്റു a-b എന്തുവാടാ? a² മൈനസ് b². അപ്പൊ x² മൈനസ് 1. സോ ദിസ് ഈസ് ഈക്വൽ ടു x², x² കൂട്ടി 2x², x കൂടെ കൂട്ടി 2x പ്ലസ് 1. ബ്രാക്കറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് x² മൈനസ് x² മൈനസ് ഓഫ് -1 പ്ലസ് 1. ഓക്കെ ആണേ. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ ആദ്യം ഒരു x³ ആയിരുന്നേ. എക്സിന്റെ ക്യൂബ് ഉണ്ട്. 2x² നിന്ന് 1x² കുറയ്ക്കണം അല്ലെ? 2x² നിന്ന് 1x² കുറച്ചാൽ ബാക്കി 1x² ഉണ്ടായിരിക്കും. പിന്നെ ഒരു 2x ഉണ്ട്. പിന്നെ ഒന്നും കൂടെ കൂട്ടി 2x പ്ലസ് 2. ഓക്കെ ആണല്ലോ. x³ പ്ലസ് 2x² നിന്ന് x² കുറച്ച് 1x², 2x അതേപോലെ തന്നെ എഴുതി, ഒന്നും കൂടെ കൂട്ടി 2. ക്ലിയർ? ഇനി നോക്കൂ 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പലരും തെറ്റിക്കുന്ന സാധനമാണ്. നോക്കാം. ഒരു ലോഗരിത്തിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള സാധനം അറിയാതെ സംഭവിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ലോഗ് x ടു ദ ബേസ് y ഇങ്ങനെ വായിക്കണ്ടേ. ലോഗ് xy അല്ല, ഈ y ഈ എക്സിന്റെ താഴെ സഫിക്സിലാണ് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ലോഗ് x ടു ദ ബേസ് y, ലോഗ് a ടു ദ ബേസ് b എന്ന് പറയത്തില്ലേ, അതേപോലെ ലോഗ് x ടു ദ ബേസ് y ഇൻറ്റു ലോഗ് y ടു ദ ബേസ് x. ശരിയാണല്ലോ? ലോഗ് x ടു ദ ബേസ് y ഇൻറ്റു ലോഗ് y ടു ദ ബേസ് x മൈനസ് 1 ഇൻറ്റു 1 എന്താണ്? 1. ഇനി ലോഗരിത്തിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി, ലോഗ് a ടു ദ ബേസ് b എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് a ടു ദ ബേസ് b എന്ന് പറഞ്ഞാൽ ലോഗ് a ഡിവൈഡഡ് ബൈ ലോഗ് b ആണ്. ലോഗ് a ടു ദ ബേസ് b എന്ന് പറഞ്ഞാൽ എന്താണോ? ലോഗ് a ഡിവൈഡഡ് ബൈ ലോഗ് b ആണ്. ഇത് അറിഞ്ഞിരിക്കണം. NDA എക്സാമിന് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ് ആണ്. സോ ദിസ് ഈസ് ഈക്വൽ ടു ലോഗ് x ടു ദ ബേസ് y എന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് വരും? ലോഗ് x ബൈ ലോഗ് y ഇൻറ്റു ലോഗ് y ടു ദ ബേസ് x എന്ന് പറഞ്ഞാൽ ലോഗ് y ബൈ ലോഗ് x മൈനസ് 1. ലോഗ് x ക്യാൻസൽ, ലോഗ് y ക്യാൻസൽ. അപ്പൊ ആൻസർ എന്തായി? 1 മൈനസ് 1. 1 മൈനസ് 1 എന്തുവാ? 0. ഓക്കെ. സോ 0 വിൽ ബിക്കം ദി ഫൈനൽ സൊല്യൂഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ ആദ്യമത്തെ ചാപ്റ്റേഴ്സ്, അതായത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിസസ്, ഡിറ്റർമിനൻസിന്റെ തുടക്കത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഈ
ടോപ്പിക്സിൽ നിന്നുള്ള വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന, മസ്റ്റായിട്ട് നോക്കേണ്ട മോഡൽസ് ആയിട്ടുള്ള 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഉപകാരപ്രദമാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യം മറക്കരുത്. സോ ഇതേപോലെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള, എക്സാമിന് വളരെ ഉറപ്പിക്കാവുന്ന, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാവുന്ന ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണാം. എക്സാം വരെ സ്ഥിരമായി വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. അണ്ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, സീ യു.